ഹലോ ഫ്രണ്ട്സ്, KL19 ശ്രീതു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അഭിനന്ദു ഫാമിലി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അവരുടെ ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ അവരുടെ ഒരു ചെറിയ വീഡിയോ നമുക്കത് കണ്ടിട്ട് വരാം. അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. 31-ാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം, ഓഗസ്റ്റ് 31-ന്. അതിൻ്റെ തലേ ദിവസം നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ റൂമൊക്കെ എടുത്തു നിന്ന്, കാരണം 31-ാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത്. അപ്പോൾ റൂമൊക്കെ എടുത്ത് നിന്നു. പിറ്റേന്ന് രാവിലെ ഒരു 8:30 ആകുമ്പം അമ്പലത്തിലെത്തിനേ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുന്നത് നന്ദുമോളാണ് കേട്ടോ. അപ്പോൾ അവളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഒരുപാട് ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒന്നും ഉള്ളൊരു കല്യാണമൊന്നുമല്ല. നമ്മൾ ഒറ്റയ്ക്കായി പോയപ്പം നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. ഇതിന് പലരും പല രീതിയിലും പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഇടപെടാനും അതിനെതിരെ പ്രതികരിക്കാനും ഒന്നും ഞാനില്ല. അപ്പോൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങളെ ജീവിതം മക്കളോടൊത്ത് സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കട്ടെ. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ, ആയുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൊരു മഴയൊക്കെ പെയ്തു, നല്ലൊരു എന്താ പറയുക, ചാറ്റൽ മഴ എന്ന് തന്നെ പറയാം. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് കയറി നിന്നിട്ടോ. അപ്പോൾ സിനുവേട്ടൻ വന്ന് ഞങ്ങളിവിടെ ആക്കിയിട്ട് പോയതാണ്. സിനുവേട്ടൻ്റെ അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് അമ്മ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇതിൽ കാണുന്നത് രേണു എന്ന് പറയുന്ന വ്യക്തിയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ ഭർത്താവായ അനീഷ്, 2 കുഞ്ഞുങ്ങൾ. ഇവർ ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ജീവിച്ചു വരികയാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമാണ് ഇവരിങ്ങനെ വ്ളോഗ്സ് ആയിട്ട് എടുത്തിടുന്നത്. അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലാണ്. അപ്പോൾ ഇപ്പൊ എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ, ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട് 3 മാസം പോലും തികയുന്നതിന് മുന്നേ മറ്റൊരു പുരുഷനുമായിട്ടുള്ളൊരു വിവാഹത്തിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിനോട് യോജിക്കാനായിട്ട് പറ്റിയില്ല. മറ്റൊന്നല്ല, ഭർത്താവ് മരിക്കുമ്പോൾ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വേറൊരാളെ വിവാഹം കഴിക്കാം, പക്ഷെ കുഴപ്പമില്ല. ജസ്റ്റ് ഒരു വർഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. വെറും 3 മാസം കൊണ്ട് അടുത്തൊരു വിവാഹ ആലോചന നോക്കുകയും അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. കൂടാതെ ഈ ഒരു വ്യക്തി ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. ചിലരൊക്കെ നമ്മുടെ ഭർത്താവ് മരിച്ചാൽ അതിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അതൊക്കെ മാറാനായിട്ട് കഷ്ടപ്പെടുവാണ്. പക്ഷേ ഇത് ആ സ്ഥാനത്ത് വേറൊരു പുരുഷനെ വിവാഹം ചെയ്തു അവരങ്ങ് ജീവിക്കുവാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഒത്തിരി കമൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്, ജസ്റ്റ് ഒരു വർഷമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തൂടെ. കാരണം ഇത്രയും അവരിങ്ങനെ നല്ല വീഡിയോസൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലിയിൽ പെട്ടെന്നൊരു അപകട മരണം ഉണ്ടാകുന്നു. 3 മാസത്തിന് മുന്നേ മറ്റൊരു വിവാഹം കഴിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, ആ കുട്ടിയും ഹസ്ബൻഡ് മരിച്ച് 3 മാസത്തിനുള്ളിൽ മറ്റൊരു വിവാഹം ചെയ്ത വ്യക്തിയാണ്. അതായത് ആ കുട്ടിയുടെ വീട്ടുകാർ തന്നെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തു. ഈ കുട്ടിയുടെ ആദ്യത്തെ ഹസ്ബൻഡ് മരിച്ചത് തൂങ്ങി മരിച്ചതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള സ്വരുമിപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ കുട്ടി എപ്പോഴും ഈ കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ്, എപ്പോഴും അടി, പ്രശ്നം, വഴക്ക്, അങ്ങനെ ഒരു രീതിയിലുള്ള. കാരണം പിന്നെ അദ്ദേഹത്തിന് വേറെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കുടുംബജീവിതം എങ്ങനെ പോകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മാരേജ് ആയി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഒന്നുമില്ലെങ്കിലും നമ്മളോട് സ്നേഹമില്ലാത്തൊരു ഹസ്ബൻഡ് ആയിക്കോട്ടെ, ജസ്റ്റ് 3 മാസം കൂടി എങ്ങനെ വിവാഹം ചെയ്യും? അത് ചെയ്ത തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേ ഒപ്പീനിയനാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് എന്നുള്ളത്. അതുമാത്രമല്ല, ഈ വ്യക്തി, അതായത് ഈ രേണു എന്ന് പറയുന്ന വ്യക്തി അത് വീഡിയോ എടുത്ത് അത് ക്രെഡിറ്റ് പോലെയാണ് പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോയുടെ ചെറിയ പാട്ട് മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. ആ വീഡിയോയ്ക്ക് പിന്നീട് അതായത് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ വേറെ ആരെയും വിളിച്ചില്ല, വേറെ ആരെയും വിളിച്ചാൽ വരില്ല, കാരണം ഇതിനോട് ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത്. ഇത്രയും വർഷം കൂടെ ജീവിച്ച് 2 കുഞ്ഞുങ്ങളുടെ അച്ഛനായി അവരുടെ കൂടെ അവരുടെ കുടുംബകാര്യങ്ങൾ ഫുൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ആരാണ്? അദ്ദേഹത്തിന് എന്ത് വാല്യൂ ആണുള്ളത്? ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.